എല്ലാവരോടും ക്ഷമിക്കുവാനാ. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ നീ അത് അവന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹവും ആ ദൈവത്തിന്റെ കൽപ്പനയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഈ ലോകത്തിൽ അവരെ ദൂഷിക്കാൻ പറ്റും? അവൻ ക്രിസ്ത്യാനിയോ ഹൈന്ദവനോ മുസൽമാനോ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, ദൈവത്തിന്റെ ജീവനല്ലേ അവനെ നിലനിൽക്കുന്നത്. ദൈവമല്ലേ അവന് ജീവൻ നൽകിയത്. ആ ജീവനെ ഹനിക്കുവാൻ മനുഷ്യനെന്ത് അധികാരം? അവനെ ദുഷിക്കുവാൻ മനുഷ്യനെന്ത് അധികാരം? അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുവാൻ പഠിക്കണം നാം. ആരിലെല്ലാം നിഷ്കപടമായ സ്നേഹമുണ്ടോ അവനൊക്കെ ദൈവത്തെ അറിയുന്നവരാ. എന്നാൽ സ്വാർത്ഥ സ്നേഹം എവിടെയൊക്കെയുണ്ടോ അവരെന്നെ ദർശിച്ചുകൊണ്ട് അവരെന്നെ ശത്രുവായി കണ്ടുകൊണ്ട് തന്റെ വിശ്വാസത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തെ അറിയുന്നവൻ അങ്ങനെയല്ല. അവനെപ്പോഴും എല്ലാവരെയും സ്നേഹിക്കും. ലോകത്തിൽ അനേക വിശുദ്ധരുണ്ടായിട്ടുണ്ട്. ആ വിശുദ്ധരെയൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ആ വിശുദ്ധരുടെ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. അവർ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ വിശുദ്ധരായി മാറിയത്. ഒരുവൻ ക്രിസ്തുവിനെ അറിയുമ്പോൾ അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനായി മാറുമെന്നുള്ളതാണ്. അവൻ ഏത് മതവിശ്വാസമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനുമായിക്കൊള്ളട്ടെ, ഏത് ചിന്താഗതിയുള്ളവനുമായിക്കൊള്ളട്ടെ, അവന്റെ രൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ബഹുമാനിച്ചപ്പോൾ എന്നെയാണ് ബഹുമാനിച്ചതെന്ന്, ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിച്ചപ്പോൾ എന്നെയാണ് നിന്ദിച്ചതെന്ന്, ഈ ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ എനിക്കാണ് തന്നതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാ. ആ സ്നേഹം എവിടെയെല്ലാം നിഷേധിക്കപ്പെടുന്നുവോ അവിടെ വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇന്ന് ലോകത്ത് സംഭവിച്ചിട്ടുണ്ടല്ല ദുരന്തങ്ങളുടെ പിന്നാലെ. നമുക്കറിയാം കാലാവസ്ഥയ്ക്കൊക്കെ എന്തിയ മാറ്റം വന്നു പോയത്. അതായത് ഏതൊരു മനുഷ്യനും വാശിയും വെറുപ്പും കടന്നു വരുന്നു. അതിലൂടെ എന്താ സംഭവിക്കുക? അവനിൽ നിന്നും പുറപ്പെടുന്ന ഒരു നിഷേധാത്മക നെഗറ്റീവ് എനർജിയാ. അതെ, ആ നെഗറ്റീവ് എനർജി ഒരു സമൂഹം മുഴുവനുമായി മാറുമ്പോഴോ അത് സൂര്യന്റെ ചൂടിനേക്കാൾ ഉപരിയ ചൂടായി മാറുകയാണ്. അന്തരീക്ഷത്തെ മുഴുവനും ദുഷിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇതല്ലേ? എന്തേ ഇത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഉയർന്നിട്ടും എന്തേ ഇതിനൊക്കെ മാറ്റം വരുത്താൻ കഴിയാത്തത്? ചിലരൊക്കെ ശാസ്ത്ര സാങ്കേതിക വിശ്വസിക്കുന്നവരാ, അതിന് മാത്രം ആശ്രയിക്കുന്നവരാ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാ. എല്ലാ മതങ്ങളും നല്ലതാ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഒന്നോർക്കുക, ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണോ നീ ആരാധിക്കുന്നത്? ഇന്നും ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തിയിട്ടാണോ നീ ജീവിക്കുന്നത്, വിശ്വസിക്കുന്നത്? എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മരിച്ചതിന് ശേഷം എന്താണ് ഒരു മനുഷ്യന്റെ ആത്മാവിന് സംഭവിക്കുക എന്ന് ലോകത്തിൽ ആരും